الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആധുനിക സമൂഹം ഒട്ടേറെ മാനസികമായ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഭയം, അതുപോലെ തന്നെ ഉത്കണ്ഠ, വൈരാഗ്യം, നിരാശ, മോഹഭംഗങ്ങൾ തുടങ്ങി മനുഷ്യനെ ബാധിക്കുന്ന ഒട്ടേറെ മാനസികമായ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനുഷ്യനെ ബാധിക്കുന്ന ഒട്ടുമിക്ക അസുഖങ്ങളുടെയും പിന്നിൽ അവന്റെ മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പല ശാരീരിക രോഗങ്ങളും മനുഷ്യനിൽ പ്രകടമായി വരാറുള്ളത്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കാർക്കും പറഞ്ഞു തരാതെ ബോധ്യമുള്ള ഒരു സംഗതിയാണ്. മനസ്സമാധാനം തേടിക്കൊണ്ട് മനുഷ്യന്മാർ പലതിലും എത്തിപ്പെടാറുണ്ട്. ചില ആളുകൾ എത്തിപ്പെടാറുള്ളത് ലഹരിയിലാണ്. താൽക്കാലികമായി തന്റെ സമ്മർദ്ദത്തെ മറികടക്കുവാൻ, താൽക്കാലികമായി ചില ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ചില ആളുകൾ എത്തിപ്പെടുന്നത് ലഹരി വസ്തുക്കളിലാണ്. വേറെ ചില ആളുകൾ ആസ്വാദനത്തിന്റെ പുതിയ പല മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് അതിലൂടെ മനസ്സമാധാനവും ആശ്വാസവും ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നു. മറ്റു ചില ആളുകൾ ആത്മീയതയുടെ തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ സമാധാനം കണ്ടെത്താം, ആശ്വാസം ലഭിക്കാം എന്നാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ താൽക്കാലികമായി കൊണ്ടാണ് മനുഷ്യന് ശമനവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുന്നത് എന്നതാണ് വസ്തുത. ഇതിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആശ്വാസത്തിനു വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ട് പല കേന്ദ്രങ്ങളിലും എത്തിപ്പെടുന്ന ആളുകളിൽ സാധാരണക്കാർ മുതൽ
സാഹിത്യകാരന്മാരും രാഷ്ട്രനായകന്മാരും അടക്കമുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആളുകൾ അഭയം തേടി പോകുന്ന പലതും സ്ഥായിയായ സമാധാനവും സ്വസ്ഥതയും മനുഷ്യന്മാർക്ക് പ്രദാനം ചെയ്യുന്നവയല്ല എന്നതാണ് വസ്തുത. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് സ്ഥായിയായ സമാധാനവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതൊന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണ്. തന്നെ പടച്ചവനായ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയും ഓർമ്മയും. അത് മനുഷ്യന് നൽകുന്ന മനസ്സമാധാനം ചെറുതൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, മനസ്സിലാക്കണം, ദൈവസ്മരണയിലൂടെയാണ് മനുഷ്യ മനസ്സുകൾ സമാധാനം ലഭിക്കുന്നത്, മനസ്സുകൾ ശാന്തി അടയുന്നത് എന്ന് ഖുർആൻ സൂറത്ത് റഅദിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. എല്ലാ ആശങ്കകളും അകറ്റുന്ന ആശ്രയ കേന്ദ്രമായി കൊണ്ടാണ് ഇസ്ലാം അള്ളാഹുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, നേരത്തെ ഓതി വെച്ച സൂറത്ത് കഹ്ഫിലെ ഒരു സൂക്തമാണ്. ഗുഹാവാസികളായ ആളുകളുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും ചെറുപ്പക്കാരെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബി റബ്ബിഹിം. തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും ചെറുപ്പക്കാരാണ് അവർ. വസിദ്നാഹും ഹുദ. അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. ദിഖ്യാനുസ് എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ കീഴിൽ ബഹുദൈവാരാധനക്ക് നിർബന്ധിതരായ ഒരു സമൂഹം, ബഹുദൈവാരാധനക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ എന്തും ചെയ്യുവാൻ തയ്യാറുള്ള ഒരു ഭരണാധികാരി. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ സ്വേച്ഛാധിപത്യത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഏതാനും ചെറുപ്പക്കാർ, നാടോടുമ്പോൾ നാടിന്റെ കൂടെ ഓടാൻ തയ്യാറില്ലാതെ തങ്ങളുടെ വിശ്വാസം കൃത്യമായി കൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരെ നിർബന്ധിച്ചിട്ട് പോലും അവർ ശിർക്ക് ചെയ്യാൻ തയ്യാറായില്ല. അള്ളാഹുവിന് പുറമെ പങ്കു ചേർക്കുവാൻ അവർ തയ്യാറായില്ല. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, വറബത്തുനാ അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി, മാനസികമായ കരുത്ത് നൽകി, നാം അവർക്ക് മാനസികമായ ശക്തി അവർക്ക് നാം പ്രദാനം ചെയ്തു. വറബത്തുനാ അലാ ഖുലൂബിഹിം. മാനസികമായ ആരോഗ്യം അവർക്കുണ്ടായി, മനക്കരുത്ത് അവർക്ക് അള്ളാഹു നൽകി. എപ്പോഴാണ് അള്ളാഹു അവർക്ക് മാനസികാരോഗ്യം നൽകിയത്? ഇത് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അവർ നേരെ ചൊവ്വെ എഴുന്നേറ്റുകൊണ്ട് പ്രഖ്യാപിച്ചു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ അള്ളാഹു, അവൻ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ പടച്ചവനായ ഏകനായ ആരാധ്യനാണ്. അവനാണ് ഞങ്ങളുടെ ആരാധ്യൻ. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ. അവന് പുറമെ ഒരു ഇലാഹിനെയും ഒരു ആരാധ്യനെയും ഞങ്ങൾ വിളിച്ചു തേടുകയില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്താൽ യഖദ് ഖുൽനാ ഇദൻ ശത്തത, ഞങ്ങൾ അസത്യം പറഞ്ഞവരായി തീരും എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെ അവരുടെ വാക്കുകളിൽ നമ്മൾ 2-3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എപ്പോഴാണ് അള്ളാഹു അവർക്ക് ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകിയത്? ഒന്ന്, അവർ നേരെ ചൊവ്വെ നിലകൊണ്ടു എന്നതാണ്. ഇത് ഖാമു, അവർ നേരെ ചൊവ്വെ നിലകൊണ്ടു. നിലപാടുകൾ ചാച്ചും ചെരിച്ചും സ്വീകരിക്കാതെ കൃത്യമായ നിലപാട് സ്വീകരിച്ചവരാണ്. അവസരത്തിനൊത്ത് ചാഞ്ഞും ചെരിഞ്ഞും നിലപാടുകൾ സ്വീകരിക്കാതെ നേർക്ക് നേരെയുള്ള നിലപാട് സ്വീകരിച്ചവർ. ഇത് ഖാമു, നേരെ ചൊവ്വെ നിലകൊണ്ടു അവർ. രണ്ടാമത്തേത്, തങ്ങളുടെ റബ്ബിനെ അവർ കൃത്യമായി മനസ്സിലാക്കി എന്നതാണ്. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഞങ്ങളെ പടച്ചവൻ, ഞങ്ങളെ സൃഷ്ടിച്ചവൻ ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്നവനാണ്. ആകാശത്തെയും ഭൂമിയെയും എല്ലാം പടച്ചു പരിപാലിക്കുന്നവൻ. അങ്ങനെയുള്ള റബ്ബിന്റെ അടിമകളാണ് ഞങ്ങൾ എന്ന ഒരു ആത്മവിശ്വാസം അതവർക്ക് വല്ലാത്ത സമാധാനമാണ് പ്രദാനം ചെയ്തത്. മൂന്നാമത്തെ ഒരു സംഗതി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ശിർക്ക് ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നതാണ്. റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ശിർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെയും വിളിച്ചു തേടുകയില്ല എന്നവർ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ബഹുദൈവാരാധനയിലേക്ക് പോകുന്ന ആളുകൾ, ശിർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സുകൾ ചഞ്ചലമായിരിക്കും, നിർഭയമായിരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റഅബ. അവിശ്വാസികളായ ആളുകളുടെ മനസ്സുകളിൽ നമ്മൾ ഭയം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും. വിശ്വാസമില്ലാത്ത, സത്യത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന അവിശ്വാസികളായ ആളുകളുടെ മനസ്സുകളിൽ നാം ഭയം നൽകിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അവർക്ക് ഭയം നൽകുന്നത്? ബിമാ അശ്റകു
മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. അല്ലാഹുവിന് പുറമെ അല്ലാഹു യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്തവയെ അവർ പങ്കുചേർക്കുന്നു എന്നതിന്റെ ഫലമായിക്കൊണ്ടാണ് അവരുടെ മനസ്സുകൾക്ക് നാം ഭയം വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ മനസ്സുകൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്, എവിടെ പോയാലും തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്ന ആശങ്കയിലായിരിക്കും അവർ. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് ഇന്ന ആൾക്ക് പറ്റുകയില്ല എന്ന രൂപത്തിൽ ആകെ അസ്വസ്ഥമായ മനസ്സുമായി കൊണ്ടായിരിക്കും അവർ ജീവിക്കുക. വമഅവാഹുമുന്നാർ, അവരുടെ സങ്കേതം നരകമാണ്. വബിഅസ മത്വൽ ളാലിമീൻ, അക്രമികളായ ആളുകളുടെ സങ്കേതം എത്ര ചീത്ത എന്ന് ഖുർആൻ തുടർന്ന് പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രബോധിത സമൂഹത്തോട് ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ, നമ്മൾ പലപ്പോഴും കേട്ടൊരു സംഗതിയാണ്. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ പ്രബോധിത സമൂഹവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ചോദിക്കുകയാണ്, രണ്ട് വിഭാഗങ്ങളിൽ, ഈ രണ്ട് ഫരീഖുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഭാഗവും എതിരാളികളായ ബഹുദൈവാരാധകരായ ആളുകളുടെ വിഭാഗവും, ഈ രണ്ട് വിഭാഗങ്ങളിൽ നിർഭയത്വം ലഭിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ, സ്വസ്ഥത ലഭിക്കുവാൻ ഏറ്റവും അർഹതപ്പെട്ട വിഭാഗം ഏതാണ്? അദ്ദേഹം ചോദിക്കുകയാണ്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ, അവരോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം, അനീതി കൂട്ടിക്കലർത്താത്ത, ശിർക്ക് കൂട്ടിക്കലർത്താത്ത ആളുകൾ ആരോ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാകുന്നു നിർഭയത്വം, അവർക്കാകുന്നു സന്മാർഗം, വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവരെന്ന് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും ഫിർഔനും അവന്റെ സൈന്യവും പിന്തുടർന്ന ചരിത്രം നമുക്കറിയാം. അങ്ങനെ ചെങ്കടലിന്റെ അടുക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ വല്ലാതെ ബേജാറായി പോയി, വെപ്രാളപ്പെട്ടു പോയി. അവർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയുണ്ടായി. ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസ, ഇരു സംഘങ്ങളും, രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, ഫിർഔനിന്റെ സംഘവും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകൾ പറഞ്ഞു, അനുയായികൾ പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, ഇനി രക്ഷയില്ല. മുന്നിലേക്ക് എടുത്തു ചാടിയാൽ കടലാണ്, പിന്നിലാവട്ടെ ഫിർഔനും അവന്റെ സൈന്യവുമാണ്, ഇനി യാതൊരു രക്ഷയുമില്ല, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞു. ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അചഞ്ചലമായ ഏകദൈവ വിശ്വാസം സ്വീകരിച്ച പ്രവാചകൻ അവരോട് പ്രഖ്യാപിച്ചു, ഖാല കല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുവാൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചത്? അത് കൃത്യമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടായതുകൊണ്ട്, ആരാണ് തന്റെ രക്ഷിതാവ് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായതുകൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഇതായിരിക്കണം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഏത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിൽ അകപ്പെട്ടാലും ശരി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാൻ, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാൻ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന ഒരു വിശ്വാസം മനുഷ്യർക്ക് നൽകുന്ന സമാധാനം കുറച്ചൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. ഇതാണ് സത്യത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രതികരണവും മറ്റുമൊക്കെ ഇതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സത്യവിശ്വാസികളായ ആളുകളോട് അവിശ്വാസികളായ ആളുകൾ, എതിരാളികളായ ആളുകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. വിശ്വാസികളായ ആളുകളോട് ചില ആളുകൾ പറഞ്ഞു, ജനങ്ങൾ, ശത്രുക്കളായ ആളുകൾ നിങ്ങൾക്കെതിരെ സൈനികമായി സംഘടിച്ചിരിക്കുന്നു, സൈന്യത്തെ ശേഖരിച്ച് ഒരുങ്ങി നിൽക്കുന്നു യുദ്ധം ചെയ്യുവാൻ വേണ്ടി. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെട്ടുകൊള്ളണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഫസാദൂഹും ഈമാന, അതവർക്ക് ഈമാനാണ് വർദ്ധിപ്പിച്ചത്. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ എത്ര നല്ലവനാണവൻ എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അല്ലാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം, അവനിൽ ഉള്ള തവക്കുൽ, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാനസികമായ ആരോഗ്യമാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി അള്ളാഹു ആരാണ്,
നമ്മളെ പടച്ചവൻ ആരാണ് എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി അവനിൽ ശരിയായ രൂപത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റ് ആരാധ്യ വസ്തുക്കൾ അവിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവിടെ വിജയമുണ്ട്, സമാധാനമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുത്ഖാ ലം ഫിസാമ ലഹാ. ദുർമൂർത്തികളിൽ അവിശ്വസിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുത്ഖാ ലം ഫിസാമ ലഹാ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത ഉറച്ച കയറിലാണ് അവൻ പിടിച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ അതിശക്തമായ ഒരു കയറാണ് പിടിച്ചിരിക്കുന്നത്, ഒരിക്കലും പൊട്ടിപ്പോകുന്ന പ്രശ്നമില്ല. ധൈര്യസമേതം പിടിക്കാൻ പറ്റുന്നൊരു പാശമാണ് അള്ളാഹു. അതുകൊണ്ട് ആ അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, മനുഷ്യന് മാനസിക ഇസ്ലാമികമായ വിശ്വാസങ്ങളിൽ ദൈവവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം മനുഷ്യന്റെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്നു എന്നതാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇസ്ലാമിലെ വിധിവിശ്വാസമാണ്. ഇസ്ലാമിലെ വിധിവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നൽകുന്നത് വളരെ ശക്തമായ, വളരെ വലിയ ഒരു മാനസികമായ കരുത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്തൊക്കെ ഇനി വരാനുണ്ടെങ്കിലും ശരി, അതൊക്കെ നേരത്തെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയവനായതുകൊണ്ട് അവൻ നേരത്തെ രേഖപ്പെടുത്തി വെക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചതാണ്. ത്രികാലജ്ഞാനിയായ അള്ളാഹു, ആ അള്ളാഹുവിന്റെ രേഖയിലുള്ളതല്ലാതെ വേറൊന്നും എന്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിച്ചാൽ മനുഷ്യന് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. എന്തൊക്കെ വന്നാലും ശരി. ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, പറയുക പ്രവാചകരെ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഞങ്ങൾക്ക് എന്താണോ രേഖപ്പെടുത്തി വെച്ചത് അതല്ലാതെ വേറൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. പടച്ചവൻ എന്തോ രേഖപ്പെടുത്തി വെച്ചോ അതല്ലാതെ എന്റെ ജീവിതത്തിൽ മുറിവാകട്ടെ, അപകടമാവട്ടെ, രോഗമാവട്ടെ, സാമ്പത്തികമായ പ്രശ്നങ്ങളാവട്ടെ, മറ്റു കുടുംബപരമായ പ്രശ്നങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി അതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയതിനപ്പുറം മറ്റൊന്ന് എന്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മാനസികമായി സമാധാനത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തളർന്നു പോകുന്ന ഒട്ടേറെ രംഗങ്ങളുണ്ട്. ആഗ്രഹിച്ച ജോലി ലഭിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ആളുകൾ നിരാശരായി പോകും. ആദരവും അംഗീകാരവും അതേപോലെ തന്നെ പിന്തുണയും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് അത് ലഭിക്കാതെ പോകുമ്പോഴുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ, അവരിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായ നഷ്ടങ്ങളും ആൾനഷ്ടവും വിഭവ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, വിശുദ്ധ ഖുർആൻ ഇതൊക്കെ കൃത്യമായി കൊണ്ട് എടുത്തു പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കും, ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും. അവിടെ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇവിടെ മനുഷ്യന്മാർ പലപ്പോഴും നിരാശയിലേക്ക് വഴുതിമാറും. നിരാശയിലേക്ക് വഴുതിപ്പോകാതെ ആത്മനിയന്ത്രണത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത് ലിദുരിൻ അസ്വാബഹു, നിങ്ങളിൽ ഒരാളും തന്നെ ബാധിച്ച ദുരിതം കാരണം മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, കൊതിക്കാൻ പാടില്ല. മരണത്തെ കൊതിക്കുന്നത് പോലും കുറ്റകരമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്വയം മരിക്കുന്നത് അപ്പോൾ എത്രമാത്രം കുറ്റകരമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ നൈരാശ്യം ബാധിച്ചുകൊണ്ടാണ് പല ആളുകളും ആത്മഹത്യയിലേക്ക് പോകാറുള്ളത്. ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ കഴിയാതെ ഓടിയൊളിക്കുകയാണ് ജീവിതത്തിൽ നിന്ന് ആത്മഹത്യയിലൂടെ. ഇവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം മനുഷ്യന് കരുത്ത് പ്രദാനം ചെയ്യുന്നു. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിദുരിൻ അസ്വാബഹു, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും നിങ്ങളിൽ ഒരാളെ മരണത്തെ കൊതിക്കരുത്. വളരെ അനിവാര്യമാണെങ്കിൽ പോലും അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഗുണകരം, അതല്ല മരണമാണ് ഗുണകരം എന്ന് കൂടുതൽ അറിയുന്നവൻ നീയാണ്. അള്ളാഹുവേ ജീവിതമാണ് ഗുണകരമെങ്കിൽ ജീവിതം ഗുണകരമായിരിക്കുന്നിടത്തോളം കാലം എന്നെ നീ ജീവിപ്പിക്കണമേ, അതല്ല മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ പടച്ചവനെ എന്നെ നീ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ പടച്ചവനെ എന്നെ നീ മരിപ്പിക്കുക എന്ന് പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി. ഖുർആൻ പറഞ്ഞല്ലോ, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ, വഴിപിഴച്ച ആളുകളല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുക എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും
അതേപോലെ തന്നെ സഹോദരനെയും അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ മക്കൾക്ക് നൽകിയ ഒരു ഉപദേശം ഇങ്ങനെയാണ്: വലാ തൈഅസൂ മിർ റൗഹില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളല്ലാതെ, പടച്ചവനിൽ വിശ്വാസമുള്ളവരല്ലാതെ, പടച്ചവനിൽ വിശ്വാസമില്ലാത്തവരല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ആരും നിരാശപ്പെടുകയില്ല എന്ന് ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ദുനിയാവിനെ കുറിച്ചുള്ള, ദുനിയാവ് പരീക്ഷണത്തിന്റെ ഒരു വേദിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി ഒരു വിശ്വാസിക്ക് അത് ഖൈറാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. അവന് വല്ല നന്മയും ബാധിച്ചാൽ അവൻ ശുക്ർ കാണിക്കും, അതവന് നന്മയായി മാറും. അവൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും, ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയാകുമെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രവാചക വചനം എപ്പോഴും ജീവിതത്തിന്റെ ഏതവസ്ഥയിലും, സന്തോഷമുള്ള സന്ദർഭങ്ങളിലും സന്താപമുണ്ടാകുന്ന സന്ദർഭത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കരുത്ത് പ്രദാനം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായി മാനസികാരോഗ്യം തകർക്കുന്നത് അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോയിക്കൂടാ. പലപ്പോഴും ചില ആളുകളുടെയൊക്കെ മാനസികാരോഗ്യം തകർക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അവൻ എന്നേക്കാൾ വലിയ ഉയർന്ന നിലവാരത്തിൽ, ജീവിത നിലവാരത്തിൽ എത്തിപ്പെട്ടു, ഇതാണ് എന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളോടുള്ള അസൂയ, അടങ്ങാത്ത പക, ഇത് എന്റെ മാനസികാരോഗ്യത്തെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതില്ലാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ, ഭൗതികമായ നേട്ടങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞത്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, മീതെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ല. കാരണം അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ നിസ്സാരമാക്കാതിരിക്കുവാൻ, അവഗണിക്കാതിരിക്കുവാൻ, നിന്ദിക്കാതിരിക്കുവാൻ ഏറ്റവും നല്ലത് നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കാതെ താഴെയുള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ അനുഗ്രഹം കുറഞ്ഞ ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക എന്നതാണ്. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് ലഭിക്കുക എന്നത് പ്രധാനമാണ്. അങ്ങനെ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് ലഭിക്കുന്ന വിശ്വാസിയായി മാറുവാൻ നമുക്ക് സാധിക്കണം. പ്രവാചക തിരുമേനി പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലം, മുസ്ലിമാവുകയും വറുസിഖ കഫാഫൻ, ഉപജീവനത്തിന് വേണ്ടത് നൽകപ്പെടുകയും, വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ തൃപ്തിയടയാനുള്ള ഒരു മാനസികാവസ്ഥ ലഭിക്കുകയും ചെയ്തവൻ ആരോ അവൻ വിജയിച്ചു എന്നതാണ്. അന്നന്നത്തേത് ജീവിച്ചു പോകാനുള്ള ഒരു വകയുണ്ടാവുക, എന്താണോ പടച്ചവന്റെ അനുഗ്രഹമായി ലഭിക്കുന്നത് അതിൽ തൃപ്തിയടയാനുള്ള ഒരു മനസ്സ് ലഭിക്കുക, മുസ്ലിം ആവുക, ഇതുണ്ടായിക്കഴിഞ്ഞാൽ അവൻ വിജയിച്ചു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്. ഈ രൂപത്തിൽ കൃത്യമായി കൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാനസികാരോഗ്യമുള്ള വിശ്വാസികളായിക്കൊണ്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്തുവാൻ ഉള്ള ഒന്ന് രണ്ട് വഴികളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിൻ്റെ പിന്തുണ ലഭിക്കുക എന്നതും മനുഷ്യന്റെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. കുടുംബം നൽകുന്ന സപ്പോർട്ട്, അതേപോലെ തന്നെ സമൂഹം നൽകുന്ന സപ്പോർട്ട്, ഇതൊക്കെ ഒരു മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്തി നിലനിർത്തുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സത്യവിശ്വാസികളായ സമൂഹം തന്നെ കബളിപ്പിക്കുകയോ കൈയൊഴിയുകയോ ചെയ്യുകയില്ല എന്ന ബോധ്യം ഒരു മനുഷ്യന് വളരെ വലിയ ഒരു ധൈര്യമാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിച്ചിട്ടുള്ളത് ഒരു കെട്ടിടം പോലെയാണ് എന്നതാണ്. സത്യവിശ്വാസികൾ പരസ്പരം ഒരു ബിൽഡിംഗ് പോലെയാണ്. ആ ബിൽഡിങ്ങിലെ ഓരോ ഭാഗവും മറ്റ് ഭാഗത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് മറ്റൊന്നിന്റെ ശക്തിയാണ്.
അതിലൊന്ന് ഒഴിവായി കഴിഞ്ഞാൽ മറ്റുള്ളതിനും അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഈ രൂപത്തിൽ പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഒരു ശരീരം പോലെ എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. കജസദിൻ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ ശരീരത്തിന്റെ അവസ്ഥ, ആ ശരീരത്തിന് എവിടെയെങ്കിലുമൊക്കെ ഒരു പോറലിൽ ഏറ്റുകഴിഞ്ഞാൽ, ഒരു പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ ശരീരം മുഴുവനും ആ വേദനയ്ക്ക് വേണ്ടി, ആ മുറിവിന് വേണ്ടി ഉറക്കമൊഴിക്കുകയാണ്. കാലിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാലനുഭവിച്ചു കൊള്ളട്ടെ, കയ്യിനെന്ത് കാര്യം എന്ന രൂപത്തിൽ ചിന്തിക്കാതെ ഇത് ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി മറ്റൊരാളുടെ പ്രശ്നത്തെ തന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് അവിടെ വേണ്ട സപ്പോർട്ട് നൽകുവാൻ, അവിടെ വേണ്ട സഹായം നൽകുവാൻ വിശ്വാസികൾ എന്ന നിലക്ക് ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന കാര്യം തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവനെ ഒരിക്കലും ആക്രമിക്കുകയില്ല, അവനോട് ദുൽമ കാണിക്കുകയില്ല, അതിക്രമം പ്രവർത്തിക്കുകയില്ല. മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ പാലിക്കേണ്ട മര്യാദകൾ വളരെ പ്രധാനമാണ്. ഒരു മുസ്ലിമായ ഒരാൾ മറ്റൊരു സഹോദരനെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല, ദ്രോഹിക്കുകയില്ല. വലാ യുസ്ലിമുഹു, അവൻ എന്തെങ്കിലുമൊക്കെ ഒരു വിപത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ആ വിപത്തിന് എറിഞ്ഞു കൊടുക്കുകയില്ല, അവിടെ ഒഴിവാക്കി വിടുകയില്ല. ഒരാപത്തിലേക്ക് അതിന് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പ്രശ്നമില്ല. അത് അവൻ അനുഭവിക്കട്ടെ, അവന്റെ പ്രശ്നമല്ലേ എന്ന നിലക്ക് മാറി നിൽക്കുന്ന ഒരു വിഭാഗമല്ല മുസ്ലിങ്ങൾ. സാമൂഹികമായി കൊണ്ട് നമുക്ക് ചില ബാധ്യതകളുണ്ട്, വിശ്വാസികൾ എന്ന നിലക്ക് പ്രത്യേകിച്ചും. നമ്മൾ ഒരു വിശ്വാസി സമൂഹത്തിൽ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ, ഒരാൾ കടബാധ്യതയുള്ളവനായി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ മാനസികമായ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവനായി കഴിഞ്ഞാൽ അവന് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകേണ്ട ബാധ്യത വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ട്. ആ നിലക്ക് അതെന്റെ ഒരു സഹോദരനാണ് എന്ന ചിന്തയോടുകൂടി അവനോട് ഒരിക്കലും അക്രമം പ്രവർത്തിക്കുകയോ അവനെ ആപത്തിന് എറിഞ്ഞു കൊടുക്കുകയോ ചെയ്യാത്തവനാണ് ഒരു വിശ്വാസി. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു വലാ യഖൂനുഹു വലാ യക്ദിബുഹു വലാ യഖ്ദുലുഹു, അവനെ വഞ്ചിക്കുകയില്ല. വിശ്വാസി സമൂഹത്തിൽ താൻ ഒരിക്കലും ചതിക്കപ്പെടുകയില്ല എന്ന ഒരു ബോധം അതിൽ വിശ്വാസിക്കുണ്ടാവണം. ഒരു മുസ്ലിം സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിടയിൽ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ ചതിക്കുകയില്ല, ഇവരെന്നെ വഞ്ചിക്കുകയില്ല, ഇവരെന്നോട് കളവ് പറയുകയില്ല, ഇവരെന്നെ കൈവടിയുകയില്ല എന്ന ഒരു ചിന്ത എനിക്കുണ്ടാവണം. എങ്കിൽ എനിക്കത് നൽകുന്ന മനസ്സമാധാനം ചെറുതൊന്നുമല്ല. വലാ യഹ്തിറുഹു, അവനെ അപമാനിക്കുകയില്ല, നിന്ദിക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ രൂപത്തിൽ ഒരു സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് അതും വളരെ പ്രധാനമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിലേക്ക് വന്നപ്പോൾ ആയിക്കൊണ്ട് വഹി ലഭിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് ഭയചകിതനായിക്കൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് ലഭിച്ച സപ്പോർട്ട് നമുക്കറിയാവുന്നതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അവരെ സമാധാനിപ്പിച്ചത്. എത്ര വലിയ മാനസികമായ പിൻബലമാണ് ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയത്. ഈ രൂപത്തിൽ മാനസികമായ ഒരു സപ്പോർട്ട് അത് കുടുംബത്തിൽ നിന്ന് ലഭിക്കണം, സമൂഹത്തിൽ നിന്ന് ലഭിക്കണം. അങ്ങനെ ഇസ്ലാമികമായ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരു സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാമൂഹികമായ ഒരു സുരക്ഷിതത്വ ബോധം തീർച്ചയായും സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിക്കുണ്ടാവണം. അതും മനുഷ്യന്റെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളിൽ വളരെ പ്രധാനമാണ്. ആ നിലക്ക് ദൈവികമായ വിശ്വാസവും കൃത്യമായ വിധിവിശ്വാസവും അതേപോലെ തന്നെ പരീക്ഷണങ്ങളെ അതിനെ സമചിത്തതയോടുകൂടി നേരിടാനുള്ള മാനസികമായ കരുത്തുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, സമൂഹത്തിന്റെ ഒരു പിന്തുണ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ തികഞ്ഞ മാനസികാരോഗ്യമുള്ളവരായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ പരസ്പരം സഹകരിച്ചും പിന്തുണച്ചും വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായ കരുത്തുള്ള ഒരു സമൂഹമായിക്കൊണ്ട്, മാനസികമായ ആരോഗ്യമുള്ള ഒരു സമൂഹമായിക്കൊണ്ട് വളരുവാൻ നമുക്കും നമ്മുടെ പിൻതലമുറക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരണപ്പെടുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ആശ്വാസവും സമാധാനവും സുരക്ഷിതത്വവും സംതൃപ്തിയും ഈമാനോടുകൂടിയുള്ള മരണവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസം മനസ്സിലാക്കുവാൻ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുവാനും മറ്റും സാധിക്കാതെ പോയ ആളുകൾ,
വികലമായ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ആളുകൾ അവർക്കൊക്കെ ഇസ്ലാമിനെ കൃത്യമായി കൊണ്ട് പകർന്നു കൊടുക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന ഇസ്ലാമിന്റെ മാതൃകളായിക്കൊണ്ട് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.